ഇനി തിരുവല്ലയിൽ വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യുവാണ് പ്രതി. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് 2019 അയിരൂർ സ്വദേശിനിയായ കവിതയെ അജിൻ തീ കൊളുത്തിക്കൊന്നത്. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 1 ശിക്ഷ വിധിച്ചത്. അവൻ എൻ്റെ മോളെ ഇല്ലാതാക്കിയ പോലെ അവനെ തീർക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇങ്ങനെ പിന്നെ നമുക്കെത്ര ദൈവത്തിനോട് നന്ദി പറയുന്നു. 2019 പത്തനംതിട്ട തിരുവല്ലയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനിയെ യുവാവ് തീ കൊളുത്തിക്കൊന്നത്. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യുവാണ് പ്രതി. കൊല്ലപ്പെട്ടത് അയിരൂർ സ്വദേശിനി കവിത. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ജീവപര്യന്തം ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴത്തുക കവിതയുടെ മാതാപിതാക്കൾക്ക് നൽകാനും പിഴയൊടുക്കാത്ത പക്ഷം അജിന്റെ സ്വത്തിൽ നിന്ന് തുക പിടിച്ചെടുക്കണമെന്നും കോടതി വിധിച്ചു. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 1 ശിക്ഷ വിധിച്ചത്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കാവുന്നുള്ളതും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. എവിഡൻസ് ഉൾപ്പെടെയുള്ള കളക്ട് ചെയ്യുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും മികച്ച സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാം കോടതി പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണം നടത്തുകയും അത് കോടതിയിൽ പ്രസന്റ് ചെയ്യാനും നമുക്ക് സാധിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിജയം. മകൾക്ക് നീതി കിട്ടിയെന്നും പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നതെന്നും കവിതയുടെ കുടുംബം പ്രതികരിച്ചു. നീതി ലഭിച്ചു, പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടി നമുക്ക്. അപ്പം ഈ കേസ് അന്വേഷിച്ച സന്തോഷ് സാറിനും പ്രോസിക്യൂട്ടർക്കും വേണ്ടതുണ്ട്. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കോടതി അഭിനന്ദിച്ചു. ഹരിശങ്കർ പ്രസാദ് സാറ് കൃത്യമായി കോടതിയിൽ എത്തിച്ചു. അങ്ങനെ അതുവഴി ഈ പ്രതീക്ഷിച്ച ഒരു വിധി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായ പരിശ്രമത്തിന് കോടതിയുടെ ഭാഗത്തു നിന്നും അഭിനന്ദനം ലഭിച്ചിരിക്കുന്നു. അതിൽ വളരെ സന്തോഷം ഉണ്ട്. +2 വിദ്യാർത്ഥിനിയായിരുന്നു കൊല്ലപ്പെട്ട കവിത. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ആദ്യം കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. 70% പൊള്ളലേറ്റ കവിത ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ജനം, പത്തനംതിട്ട.